പ്രിയപ്പെട്ടവരെ, എവിടെയാണ് നിങ്ങളിപ്പോൾ? ജോലിസ്ഥലത്തോ, വീട്ടിലോ, യാത്രയിലോ, കിടക്കയിലോ? എവിടെയാണെങ്കിലും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങളോടൊപ്പം നടക്കാനാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവം നിങ്ങളുടെ അരികിലുണ്ട്. അവൻ നിങ്ങളെ നോക്കുന്നു, അവൻ നിങ്ങളെ കേൾക്കുന്നു, അവൻ നിങ്ങളെ അറിയുന്നു. ഇതൊരു പ്രഭാഷണമല്ല, ഇതൊരു ക്ലാസുമല്ല, ഇതൊരു പാഠവുമല്ല. ഇതൊരു പ്രാർത്ഥന മാത്രമാണ്. മന്ദഗതിയിലുള്ള ഒരു പ്രാർത്ഥന, നിങ്ങളെ ചേർത്തു പിടിക്കുന്ന ഒരു പ്രാർത്ഥന, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന, നിങ്ങളെ മൂടിപ്പുതയ്ക്കുന്ന ഒരു പ്രാർത്ഥന. രാവിലെ കേൾക്കാം, ഉച്ചയ്ക്ക് കേൾക്കാം, വൈകിട്ട് കേൾക്കാം, രാത്രി ഉറങ്ങുമ്പോൾ കേൾക്കാം. എപ്പോൾ വേണമെങ്കിലും, എത്ര തവണ വേണമെങ്കിലും. ഇപ്പോൾ ശാന്തമായിരിക്കുക. കണ്ണുകൾ അടയ്ക്കാം, അല്ലെങ്കിൽ തുറന്നിരിക്കാം. നിങ്ങൾക്ക് സുഖമുള്ളത് ചെയ്യാം. ആഴത്തിൽ ശ്വാസമെടുക്കുക, പതുക്കെ വിടുക, വീണ്ടും ശ്വസിക്കുക, വീണ്ടും വിടുക. എല്ലാ ആശങ്കകളും ദൈവത്തിന് സമർപ്പിക്കുക. ഈ നിമിഷം നിങ്ങൾക്കു വേണ്ടിയാണ്. ഈ നിമിഷം നിങ്ങളുടേതാണ്. ദൈവം ഇവിടെയുണ്ട്. നിങ്ങൾ സുരക്ഷിതരാണ്. എല്ലാ ദിവസവും പല കാര്യങ്ങൾ മനസ്സിൽ വരും. ചില കാര്യങ്ങൾ ചെറുതാണ്, ചില കാര്യങ്ങൾ വലുതാണ്, ചില കാര്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നു. ജോലിയെക്കുറിച്ചുള്ള ആശങ്ക. ഇന്നെന്ത് സംഭവിക്കുമോ? ബോസ് എന്തു പറയുമോ? ജോലി നിലനിൽക്കുമോ? ശമ്പളം കിട്ടുമോ? യാത്രയെക്കുറിച്ചുള്ള ഭയം. റോഡിൽ എന്തു നടക്കുമോ? അപകടമുണ്ടാകുമോ? സുരക്ഷിതമായി എത്തുമോ? യാത്ര ശരിയാകുമോ? വീട്ടിലെ ചിന്തകൾ. മക്കൾ സുഖമായിരിക്കുന്നുണ്ടോ? ഭാര്യ എങ്ങനെയുണ്ട്? ഭർത്താവ് സുരക്ഷിതനാണോ? മാതാപിതാക്കൾ ആരോഗ്യത്തോടെയുണ്ടോ? കാണാത്ത ഭീഷണികൾ, കണ്ണിൽ കാണാത്ത അപകടങ്ങൾ, ആരും പറയാത്ത ദുരന്തങ്ങൾ, പെട്ടെന്ന് വരുന്ന രോഗങ്ങൾ, പ്രതീക്ഷിക്കാത്ത വാർത്തകൾ, അദൃശ്യ ശത്രുക്കൾ, കണ്ണിൽ കാണാത്ത ദുഷ്ടതകൾ, ആരും അറിയാത്ത ആക്രമണങ്ങൾ, മനസ്സിൽ മാത്രമുള്ള ഭയം, ആരോടും പറയാത്ത ആശങ്ക. എന്തെങ്കിലും സംഭവിച്ചാലോ? ഇന്നു മടങ്ങി വരുമോ? എൻ്റെ പ്രിയപ്പെട്ടവർ സുരക്ഷിതരാണോ? ഞാൻ തന്നെ സുരക്ഷിതനാണോ? ഞാൻ അറിയുന്നു. ഈ ചിന്തകൾ എളുപ്പമുള്ളതല്ല. ഈ ഭയങ്ങൾ ചെറുതല്ല. ഇവ നിങ്ങളെ വേദനിപ്പിക്കുന്നു. ഇവ നിങ്ങളെ ഉറക്കാൻ അനുവദിക്കുന്നില്ല. ഇവ നിങ്ങളെ സമാധാനമില്ലാതാക്കുന്നു. പക്ഷെ ഈ പ്രാർത്ഥനയിൽ, ഈ നിമിഷത്തിൽ ഒരു സമാധാനമുണ്ട്, ഒരു ആശ്വാസമുണ്ട്, ഒരു സംരക്ഷണമുണ്ട്. ദൈവം അറിയുന്നു, ദൈവം കാണുന്നു, ദൈവം കാവൽ നിൽക്കുന്നു. ഇവിടെ ഒരു പ്രധാന സത്യമുണ്ട്. ഈ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ദൈവത്തിൻ്റെ സംരക്ഷണം എല്ലായ്പ്പോഴും കാണാനാവണമെന്നില്ല. ചിലപ്പോൾ നാം സംരക്ഷിക്കപ്പെടുന്നത് അറിയുന്നില്ല. ചിലപ്പോൾ ഒന്നും സംഭവിക്കാതെ പോകുന്നതും ഒരു സംരക്ഷണമാണ്. ആ അപകടം സംഭവിക്കാതെ പോയത് അത് ദൈവത്തിൻ്റെ കരം. ആ ദുരന്തം ഒഴിവായത് അത് ദൈവത്തിൻ്റെ കാവൽ. ആ ഭീഷണി അടുത്തു വരാതെ പോയത് അത് ദൈവത്തിൻ്റെ സംരക്ഷണം. നാം കാണാത്ത എത്രയോ കാര്യങ്ങളിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നു. നാം അറിയാത്ത എത്രയോ അപകടങ്ങളിൽ നിന്ന് ദൈവം നമ്മെ മാറ്റിയിരിക്കുന്നു. ദൈവം നിങ്ങളുടെ മുന്നിൽ നടക്കുന്നു. ദൈവം നിങ്ങളുടെ പിന്നിൽ കാവൽ നിൽക്കുന്നു. ദൈവം നിങ്ങളുടെ വലതുവശത്തുണ്ട്. ദൈവം നിങ്ങളുടെ ഇടതുവശത്തുണ്ട്. ദൈവം നിങ്ങളെ ചുറ്റും സംരക്ഷിക്കുന്നു. ദൈവം നിങ്ങളുടെ മുകളിലുണ്ട്. ദൈവം നിങ്ങളുടെ താഴെയുമുണ്ട്. നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾ കാവൽ ചെയ്യപ്പെടുന്നു. നിങ്ങൾ മൂടി പുതയ്ക്കപ്പെടുന്നു. നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ഈ ആശ്വാസം സ്വീകരിക്കുക. ഈ സത്യം ഉൾക്കൊള്ളുക. ഈ സമാധാനം അനുഭവിക്കുക. ഭയം വരുമ്പോൾ ഓർക്കുക, ദൈവം എൻ്റെ മുന്നിലുണ്ട്. ദൈവം എൻ്റെ പിന്നിലുണ്ട്. ദൈവം എന്നെ ചുറ്റും നിൽക്കുന്നു.
പുറപ്പാട് പുസ്തകം അധ്യായം 14 വാക്യം 19 മുതൽ 20 വരെ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. അവർ മരുഭൂമിയിലൂടെ നടന്നു. മുന്നിൽ ഫറവോന്റെ സൈന്യമില്ലായിരുന്നു, പക്ഷെ പിന്നിൽ അവർ വരുന്നുണ്ടായിരുന്നു. ശത്രുക്കൾ പിന്തുടർന്നിരുന്നു. ഇസ്രായേൽ ജനം ഭയപ്പെട്ടു. അവർ കരഞ്ഞു, ഞങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവദൂതൻ, അവരുടെ മുന്നിൽ പോയിരുന്ന ദൈവദൂതൻ അവരുടെ പിന്നിലേക്ക് നീങ്ങി. മേഘസ്തംഭവും അവരുടെ മുന്നിൽ നിന്ന് പിന്നിലേക്ക് മാറി. ഈജിപ്തുകാരുടെയും ഇസ്രായേല്യരുടെയും ഇടയിൽ നിലകൊണ്ടു. ഒരു വശത്തിരുട്ട്, മറുവശത്ത് വെളിച്ചം. ശത്രുക്കൾക്കടുക്കാൻ കഴിഞ്ഞില്ല. രാത്രി മുഴുവൻ അവർക്കടുക്കാൻ കഴിഞ്ഞില്ല. മേഘസ്തംഭം അവരെ തടഞ്ഞു. ദൈവദൂതൻ അവരെ തടഞ്ഞു. ഈ ചിത്രം മനസ്സിൽ കാണുക. ദൈവം മുന്നിൽ മാത്രമല്ല, പിന്നിലുമുണ്ട്. ദൈവം വഴി കാണിക്കുക മാത്രമല്ല, പിന്നിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്നു. ശത്രുക്കൾ വരുമ്പോൾ ദൈവം ഇടയിൽ നിൽക്കുന്നു. ഭീഷണികൾ വരുമ്പോൾ ദൈവം മറയാകുന്നു. ഭയം വരുമ്പോൾ ദൈവം കാവലായി നിൽക്കുന്നു. ഇത് അന്നത്തെ ഇസ്രായേല്യർക്കു മാത്രമല്ല, ഇത് ഇന്ന് നിങ്ങൾക്കും ബാധകമാണ്. മേഘസ്തംഭം ഇന്നും നിങ്ങളുടെ ചുറ്റുമുണ്ട്. ദൈവദൂതൻ ഇന്നും നിങ്ങളുടെ പിന്നിലുണ്ട്. അദൃശ്യ ശത്രുവിന് നിങ്ങളെ തൊടാൻ കഴിയില്ല. അദൃശ്യ ഭീഷണിക്ക് നിങ്ങളെ ബാധിക്കാൻ കഴിയില്ല. ഭയത്തിന് നിങ്ങളെ ജയിക്കാൻ കഴിയില്ല.